പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഫർള് നമസ്കാരങ്ങളിലെ അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ സുജൂദിൽ ചൊല്ലാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ലാത്ത ദുആകൾ, എന്നാൽ ഹദീസിൽ വന്ന വേറെ ദുആകൾ ചൊല്ലാമോ? അങ്ങനെ ചൊല്ലുമ്പോൾ സുജൂദ് നീണ്ടുപോകുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അല്ലാതെ നമസ്കാരം ആയിത്തീരുമോ? അതുപോലെ തന്നെ തശഹുദിന് ശേഷം സ്വലാത്ത് കഴിഞ്ഞ് ഏത് ദുആ വേണമെങ്കിലും ചൊല്ലാമോ? ഹദീസിലും ഖുർആനിലും ഉള്ളത്. അപ്പോഴും നീണ്ടുപോകുന്നതിൽ തെറ്റുണ്ടോ? കാരണം ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? അതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും ഇടയിലുള്ള ഇരുത്തം ഏകദേശം സുജൂദിൻ്റെ ആ ഒരു ധൈര്യത്തിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ഒരു ഇംഗ്ലീഷ് കോട്ടിങ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സുജൂദിൽ അല്ലേ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുള്ളത്? ഇത്തരം വിഷയങ്ങൾക്ക് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അൽ ഇജാബയിലേക്ക് ഒരു ചോദ്യകർത്താവ് ചോദ്യമുന്നയിച്ചിട്ടുള്ളത്. തശഹുദുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. നമസ്കാരത്തിലെ അതിവിശിഷ്ടമായ ഒരു ഭാഗമാണ് സുജൂദ്. നമസ്കാരം എന്ന പദത്തിന് പകരമായി റുക്കൂഅ്, സുജൂദ്, വർക്കഉ മഅർ റാക്കിഈൻ എന്നും സുജൂദ് എന്നൊക്കെ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുജൂദിൻ്റെ പ്രാധാന്യം അറിയാൻ സാധിക്കും. ഒരു മനുഷ്യൻ അവൻ എത്രമാത്രം ഉന്നതനായിരുന്നാലും അവൻ്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 7 അവയവങ്ങൾ നിലത്ത് വെച്ച് റബ്ബിലേക്ക് വിനയാനീതനായുള്ള ദിക്റും ദുആവുമാണ് സുജൂദിലുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅമ്മ സുജൂദു ഫഅക്സിറു ഫീഹി മിനദ് ദുആഇ ഫഖിംന അൻ യുജാബ ലക്കും. എന്നാൽ സുജൂദ് നിങ്ങൾ അതിൽ ദുആ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെട്ടേക്കാം. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വാരിതായി വന്ന ദിക്റുകളും ദുആകളുമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായത് നബി തങ്ങളിൽ നിന്നും വന്ന ദിക്റുകളും ദുആകളുമാണ്. പ്രവാചക തിരുമേനിയുടെ പ്രത്യേകത തന്നെ ജവാമിഉൽ കലിം, കുറഞ്ഞ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ തീർക്കുന്ന പദങ്ങൾ ഉച്ചരിക്കുവാനുള്ള മഹാ കഴിവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നു. അതുതന്നെയും ഏതെങ്കിലും ഒരു ദിക്ർ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലോ അല്ലെങ്കിൽ മറ്റ് റുക്കൂകളിലൊക്കെ ചൊല്ലിയത്. പലപ്പോഴും മതപരമായി കൂടുതൽ പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുആഉൽ ഇസ്തിഫ്താഹിൽ ഒരു വജ്ജഹത്തുവിൻ്റെ അല്പഭാഗം പഠിച്ചു, അത് മാത്രമേ ഉള്ളൂ എന്നൊരു നിനക്കും. റുക്കൂയിലും സുജൂദിലുമാകട്ടെ ഒരു സുബ്ഹാൻ റബ്ബിയൽ അലയോ സുബ്ഹാൻ റബ്ബിയൽ അലീമോ ഇത് മാത്രമേ അവിടെയുള്ള ദിക്റുള്ളൂ എന്ന് അവർ ധരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ധാരാളം ദിക്റുകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു സുജൂദിൽ. അതിലൊന്നാണ് സുബ്ഹാൻ റബ്ബിയൽ അഅല. അതേപോലെ തന്നെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗ്ഫിർലി. മറ്റൊരു ദിക്റാണ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. ഇതല്ലാത്ത ധാരാളം ദിക്റുകളുണ്ട്. അപ്പോൾ നമസ്കാരത്തിൽ സുജൂദിൻ്റെ വേളകളിൽ ഇതിൽപ്പെട്ട സുബ്ഹാൻ റബ്ബിയൽ അഅല പോലുള്ള അല്ലെങ്കിൽ പറയപ്പെട്ട ദുആകളും ദിക്റുകളൊക്കെ ചൊല്ലുക. അത് 3 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചൊല്ലാം. ഒരു 10 പ്രാവശ്യം വരെ ചൊല്ലുന്നത് നന്നായിരിക്കും. കാരണം ഇമാം നസായി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ പ്രത്യേകമായ ദുആഇന് വിധേയനായ സ്വഹാബിയാണ്. അതുകൊണ്ട് തന്നെ സുദീർഘമായി ജീവിച്ചു. അവസാന കാലത്ത് അദ്ദേഹം ഉമർ ബിൻ അബ്ദുൽ അസീസ്, 2ാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന നീതിമാനായ ഭരണാധികാരിയുടെ കാലത്ത് വരെ ജീവിച്ച സ്വഹാബിയാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മാ സ്വല്ലൈതു വറാ അഹദിൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അഷ്ബ സലാത്ത് റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ നമസ്കാരത്തിന് സദൃശ്യമായ ഒരു നമസ്കാരം ഈ ചെറുപ്പക്കാരനായ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പിന്നിലല്ലാതെ ഞാൻ നമസ്കരിച്ചിട്ടില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ നമസ്കാരവേളകളിൽ സുജൂദിലൊക്കെ 10 പ്രാവശ്യവും റുക്കോയിൽ 10 പ്രാവശ്യവും ദിക്റുകൾ ചൊല്ലിയിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അഫി സുജൂദി ഹസ്ര തസ്ബീഹാത്തിൻ, സുജൂദിൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാൻ റബ്ബിയൽ ആല എന്ന് അദ്ദേഹം ചൊല്ലിയിരുന്നു. അപ്പോൾ 10 ചെല്ലാം, ഇനിയൊരു 3 ചെല്ലാം, കൃത്യമായൊരു കണക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സുദീർഘമായ ദിക്റ് ചെല്ലാം. അതിനുശേഷം നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ് എന്നതുകൊണ്ട് തന്നെ റബ്ബുമായി ഏറ്റവും അടുത്ത വേളയിൽ നമ്മൾക്ക് വാരിതായി വന്ന പ്രാർത്ഥനകളോ ഇനി അതുമല്ലാത്ത ഓരോരുത്തർക്കും അവൻ്റേതായ പ്രാർത്ഥന അതൊക്കെ പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ ചൊല്ലാവുന്നതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന ഒരു ദുആ അവിടെ ചൊല്ലിക്കഴിഞ്ഞാൽ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ ഐശ്വര്യങ്ങൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥന അതിലുണ്ട്. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ ഷെറുകളെ തടുക്കുവാനുള്ള പ്രാർത്ഥനയും അതിലുണ്ട്. അപ്പോൾ എല്ലാ ഉദ്ദേശങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലൊക്കെ മതിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന വേളയിൽ സുജൂദ് എത്രയും ദീർഘിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഫർദ് നമസ്കാരത്തിലാകട്ടെ ഇമാം മറ്റുള്ള ആളുകളെ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നിൽ രോഗികളും വൃദ്ധന്മാരും കുട്ടികളും ആവശ്യക്കാരുമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ തശഹുദിൻ്റെ അവസാന ഭാഗത്ത് നമസ്കാരത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് ദുബ്ര കുല്ലി സ്വലാത്തിന്, ഓരോ നമസ്കാരത്തിൻ്റെ അവസാന ഭാഗം പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂർ റഹീം. ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് സുദീർഘമായി നമസ്കരിക്കൽ തന്നെയാണ് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.